ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വെൽക്കം ടു ഷംസി ഫോർ ടെക്. ഇന്ന് വീണ്ടും ടെക് ന്യൂസുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, അതിൻ്റെ മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കുക, പിന്നെ കമൻ്റ് അടിക്കുക, പിന്നെ ഷെയർ ചെയ്യുക, ഫുള്ളായിട്ട് കാണുക. പിന്നെ ഒരു സർപ്രൈസ് എലമെൻറ്റ് വരാൻ പോകുന്നുണ്ട്. ഞാൻ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടിൽ 26th വരെ വെയിറ്റ് ചെയ്യാണ്. 26th ആ ഒരു എലമെൻറ്റ് ഓഫ് സർപ്രൈസ് എൻ്റെ കയ്യിൽ കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് യൂട്യൂബ് ആയിരിക്കും ആ സർപ്രൈസ് എനിക്ക് തരാമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ആ സർപ്രൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എൻ്റെ കൂടെ നിങ്ങൾ ഇത്രയും കാലം എന്നെ സപ്പോർട്ട് ചെയ്തതിൽ വളരെ നന്ദിയുണ്ട്. ഇതുവരെ നിങ്ങൾ എന്താണോ എനിക്ക് ചെയ്തത്, എന്താണോ നിങ്ങൾ തന്ന റിസപ്ഷൻ, അതിൽ വളരെ സന്തോഷമുണ്ട്. ആ ഒരു സർപ്രൈസിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 26th ആ സർപ്രൈസ് കിട്ടുക എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കിട്ടിയില്ലെങ്കിലും സാരമില്ല. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ അധികം ഞാൻ ദീർഘിപ്പിക്കണില്ല. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഓപ്പോൻ്റെ ഒരു പുതിയൊരു സ്മാർട്ട് ഫോണ് അങ്ങ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. April 23 അതിൻ്റെ ലോഞ്ചിങ്. ഓപ്പോൻ്റെ A6s Pro എന്ന് പറഞ്ഞ വേരിയൻ്റാണ് ഇറങ്ങാൻ പോകുന്നത്. ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റുള്ള ഒരു ഫോണും കൂടിയാണ്. മീഡിയടെക്കിൻ്റെ Dimensity 6360 എന്ന് പറഞ്ഞ ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. LPDDR4X RAM, UFS 2.2 12GB വേരിയൻറ്റ്, പിന്നെ 256GB അല്ലെങ്കിൽ 512 വേരിയൻറ്റ് വെച്ചിട്ട് ഇറങ്ങും. പിന്നെ അതേപോലെ തന്നെ 128GB 8GB വേരിയൻറ്റിൽ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. 50 മെഗാപിക്സലിലെ ക്യാമറ, 2 മെഗാപിക്സലിലെ മോണോക്രോം സെൻസർ വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 7000 mAh ബാറ്ററി, 80 വാട്ട്സ് ചാർജർ, IP69K റേറ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ്, പിന്നെ 6.5 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീനും, അതും ഫുൾ HD+ റെസൊല്യൂഷനൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. എന്താണ് നിങ്ങളെ ആഗ്രഹം? ഈ ഒരു ഫോൺ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ സർപ്രൈസ് എലമെൻറ്റിന് വെയിറ്റ് ചെയ്യുക 26 എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത അപ്ഡേറ്റിലേക്ക് നമുക്ക് വീണ്ടും കിടക്കാം. റെഡ്മിയുടെ പുതിയൊരു സ്മാർട്ട് ഫോണ് അങ്ങ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. Redmi K90 Max എന്ന് പറയുന്ന വേരിയൻറ്റ് വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ബിൽറ്റ് ഇൻ വേപ്പർ ചേംബർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. കാർബൺ സിലിക്കൺ ടെക്നോളജി ബാറ്ററി, 8550 mAh ബാറ്ററി, 100 വാട്ട്സിൻ്റെ ചാർജർ, അതും പോരാണ്ട് കൂളിംഗ് ഫാൻ അടക്കം വരുന്നൊരു ഫോണാണ്. ഇനി ചിപ്സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് മീഡിയടെക്കിൻ്റെ Dimensity 9500 എന്ന് പറയുന്ന ചിപ്സെറ്റും, 6.8 ഇഞ്ചിൻ്റെ AMOLED സ്ക്രീന്, 165 Hz റിഫ്രഷ് റേറ്റ്, അതും LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. LPDDR5X RAM, UFS ആണെങ്കിൽ 4.1, പിന്നെ ബൈപ്പാസ് ചാർജിങ് ഇതിൽ വരുന്നുണ്ട്. ദാറ്റ്സ് എ ഗ്രേറ്റ് സൈനാണ്. പിന്നെ ഏറ്റവും ഒരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഫോണിന് ബിൽറ്റ് ഇൻ ഗ്രാഫിക്സ് കാർഡും വരുന്നുണ്ട്. അതും ഷിയോമിയുടെ D2 എന്ന് പറയുന്ന ഗ്രാഫിക്സ് കാർഡ് ഈ ഹൈ എൻഡ് ഗെയിംസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു ഗ്രാഫിക്സ് കാർഡ് ചിപ്സെറ്റും കൂടെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് എന്നാണ് പറയണത്. പിന്നെ അത് പോരാണ്ട് പിന്നെ 22.5 വാട്ട്സിൻ്റെ വയേർഡ് ചാർജിങ് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് റിവേഴ്സ് ചാർജിങ് വയേർഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഐഫോണിൽ ചാർജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ റെഡ്മിയുടെ K90 Max വെച്ചിട്ട് നമുക്ക് വേറെ ഡിവൈസുകളും നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. പിന്നെ UFS ആണെങ്കിൽ കിടുക്കാച്ചി UFS ആണ്. 4.1 UFS സിസ്റ്റം വെച്ചിട്ടാണ് ഇറങ്ങുന്നത്. 16GB റാമും LPDDR5X റാം വെച്ചിട്ടാണ് ഇറങ്ങാവുന്നത്. പിന്നെ സ്റ്റോറേജ് ആണെങ്കിൽ 512GB വേരിയൻറ്റ് വെച്ചിട്ടാണ് ഈ ഒരു ഫോണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. റെൻഡറും കാര്യങ്ങളും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോണാണോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ യെസ് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഓപ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു ഫോണ് എടുക്കാവുന്നതാണ്. OnePlusൻ്റെ ഒരു അഡാർ സ്മാർട്ട് ഫോൺ ഈ മാസം അങ്ങ് ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. OnePlusൻ്റെ A6 Ultra എന്ന് പറയുന്ന ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇതൊരു 6.8 ഇഞ്ചിൻ്റെ OLED ഡിസ്പ്ലേ വെച്ചിട്ടായിരിക്കും ഇറങ്ങുക എന്നാണ് പറയണത്. 8000 വാട്ട്സിൻ്റെ ബാറ്ററി ബാക്കപ്പ്, 120 വാട്ട്സിൻ്റെ ചാർജർ,
16 GB റാം, LPDDR5X റാം, UFS ആണെങ്കിൽ 4.1, പിന്നെ 1.5K റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യും, പിന്നെ IP69K റേറ്റിംഗ് ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫോൺ ഇറങ്ങാൻ പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും കൂടെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കേസ് വരുന്നുണ്ട്. ആ കേസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നതാണ്. ആ കേസിൽ തന്നെ ബാക്ക് കേസിൽ തന്നെ 4 ട്രിഗറുകളുണ്ട്. അതിൽ 2 ട്രിഗർ നിങ്ങൾ ഏത് ഗെയിമാണ് ഷൂട്ടിംഗ് ഗെയിം കളിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഗെയിം കളിച്ചിട്ട് ട്രിഗർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഗെയിം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് ആയിട്ടാണ് OnePlus A6 Ultra വരാൻ പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് പാന്തർ പോലെ തന്നെ ബാക്കിൽ ഒരു വയലറ്റ് കളറിൽ A6 Ultra എന്ന് പറഞ്ഞിട്ട് ഒരു ലോഗോ, എഴുത്തും ഒരു ലോഗോവും വരാൻ പോകുന്നുണ്ട്. അത് ഞാൻ ഇതിലിടാം. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്രോസ്പെക്റ്റ് ഫോണും കൂടെയാണ്. പിന്നെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഡിമെൻസിറ്റിൻ്റെ 9500 എന്ന് പറയുന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ 165 ഹേർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അതും LTPO ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. പ്രൈസും കാര്യങ്ങളും റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ്സ് എ ഗ്രേറ്റ് ഫോണാണെന്നുള്ളത് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തേ പറ്റൂ. താല്പര്യമുള്ളവർ എത്ര വേഗം ഓടിപ്പോയിട്ട് ഈ ഒരു ഫോണ് മേടിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് നേരെ ഇന്ത്യയിലേക്ക് കടന്നാലോ? അതാണ് നല്ലത്. ഇന്ത്യയിലെ പുതിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ യൂസേഴ്സിന് ഇന്ത്യൻ ഫോണുകൾക്ക് ഇനി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആധാർ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഫോണിൻ്റെ ഉള്ളിൽ നിർബന്ധമായിട്ടും ഉണ്ടാവണം എന്നാണ് പറയണത്. എനിക്ക് ഇത് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. അതൊരു വേറെ സത്യം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആധാർ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ എന്തിനാണ് ഈ ഫോണിൻ്റെ ഉള്ളിൽ പ്രീ ഇൻസ്റ്റാൾഡായിട്ട് കൊണ്ടുവരണം എന്നുള്ള ഒരു അഭിപ്രായത്തിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട്. എന്താണ് കാരണം എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ വല്ല ഫ്രോഡ് കേസസ് നടക്കുന്നത് കൊണ്ടാണോ, ഇനി സിം കാർഡിൻ്റെ കേസസ് ഫ്രോഡുകൾ നടക്കുന്നത് കൊണ്ടാണോ എന്നുള്ള ഒരു സംശയമായിരിക്കും എനിക്കുള്ളത്. ചിലപ്പോൾ ഇത് ഈ ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഈ ലൊക്കേഷൻസും കാര്യങ്ങളും നമ്മൾ പെർമിഷൻസ് ഈ ഇന്ത്യൻ ഗവൺമെൻറ്റിന് കൊടുക്കണമല്ലോ. അപ്പോൾ ഇവർക്ക് ഡാറ്റാബേസ് വെച്ചിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, അതും ഷെയർ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് ചിലപ്പോൾ വല്ല തിരിമറിയോ അല്ലെങ്കിൽ മണി ലോണ്ടറിങ്ങോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് സാധാരണ ഫോൺ മുഖേന നടത്താമല്ലോ. അപ്പം അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും യവന്മാർ ഈ ഫോണിൻ്റെ ഉള്ളിൽ ബിൽറ്റ് ഇൻ ആധാർ കാർഡ് കൊണ്ടുവരുന്നത്. അതായിരിക്കണം കേട്ടോ നിഗമനം. നിങ്ങളെ നിഗമനം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ഈ നാട്ടിലത്തെ ഫോണുകൾ ഇനി മേടിച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഉള്ളിൽ ബിൽറ്റ് ഇൻ ആധാർ കാർഡ് ആപ്ലിക്കേഷൻ നിർബന്ധമായിട്ടും വേണം എന്ന് നിങ്ങൾക്ക് നല്ലതാണ് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് ശരി വെക്കാം. അതല്ല ഇതിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻറ്റും ചെയ്യാം. അപ്പം എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു തീരുമാനം ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. ചിലപ്പോൾ അതിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കാം. ഇതെൻ്റെ ഒരു നിഗമനം കൂടെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ വീണ്ടും പറയണ്, എന്തെങ്കിലുമൊക്കെ കാണാണ്ട് ഗവൺമെൻറ് ഇങ്ങനത്തെ ഒരു സമ്പ്രദായം കൊണ്ടുവരില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള ഒരു പരമ സത്യമാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. കൊടുന്ന് കഴിഞ്ഞാൽ അത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഇതൊരു റൂമറായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഒരു റൂമറായിട്ട് നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റും. എന്തായാലും നടക്കട്ടെ എന്തെങ്കിലുമൊക്കെ, അല്ലാണ്ട് ഞാൻ പറയാം. അടുത്ത ടെക് ന്യൂസ് നമുക്ക് ഹുവാവിയിലേക്ക് കടന്നാൽ, ഹുവാവി ഒരു 2 സ്മാർട്ട് വാച്ചും ഒരു ബാൻഡും റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. 2 ബാൻഡുകളാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബാൻഡിലേക്ക് കടക്കാം. ബാൻഡ് നമ്മുടെ ഹുവാവിയുടെ വാച്ച് 5 ഫിറ്റ് പ്രോ എന്ന് പറയുന്ന ഒരു ബാൻഡ് ഇറങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വാച്ച് 5 ഫിറ്റും ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അവരുടെ പ്രീ സക്സസറായ വാച്ച് ഫിറ്റ് 4 സീരീസിൻ്റെ കാട്ടെ കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് വെച്ചിട്ടായിരിക്കും ഈ വാച്ച് ഫിറ്റ് 5 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ഹുവാവിയുടെ ഒരു
വാച്ച് വിത്ത് ബിൽറ്റ് ഇൻ ഹെഡ്സെറ്റിൻ്റെ സെക്കൻഡ് ജനറേഷൻ ഹെഡ്സെറ്റ് ഇറക്കാൻ പോകുന്നുണ്ട്. അതിലൊരു 3 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് കിട്ടുന്നതാണ് പറയുന്നത്. 3 ദിവസത്തെ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഹുവാവിനെ സംബന്ധിച്ച് അത് ചെറുതാണ്. പക്ഷെ എന്നാലും അതിലൊരു നോയ്സ് ക്യാൻസലേഷൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹെഡ്സെറ്റുമായിട്ടാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഇനി ഇവിടുത്തെ ഒരു ടേണിംഗ് പോയിന്റ് വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുവാവി ഒരു അൾട്ടിമേറ്റ് വാച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. അതും ഏപ്രിൽ 20 ഈ പറഞ്ഞ ഡിവൈസുകളൊക്കെ ലോഞ്ച് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഒരു ഫ്ലാഗ്ഷിപ്പ് അഡാറ് സ്മാർട്ട് വാച്ചും ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വാച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയമണ്ട് എഡിഷൻ വെച്ചിട്ടാണ് ഇറങ്ങാൻ പോകുന്നത്. റെഡറും ഒക്കെ ഞാൻ ഇതിലിടുന്നുണ്ട്. ഇതൊരു 1.5 ഇഞ്ചിൻ്റെ LTPO AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിലൊരു എക്സ്പെക്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ eSIM സപ്പോർട്ട് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ വാച്ച് 5 അൾട്ടിമേറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു സെൻസർ ഉണ്ട്. സെൻസർ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് ഗ്ലാൻസ്, ബ്രീത്തിങ് എക്സസൈസ്, പിന്നെ അതേപോലെ സ്കിൻ ടെമ്പറേച്ചർ, സ്ട്രെസ്സ്, SpO2 ഒക്കെ നമുക്ക് ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ജസ്റ്റ് ഇവിടെ ഈ വാച്ചിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ ഒരു സെൻസർ ഉണ്ട്. ഈ സെൻസറിപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ കാലിബ്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഈ അതിൽ തന്നെ നമ്മൾ ലൈക്ക് ഒരു 30 സെക്കൻഡ്സ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏജും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് ചോദിക്കും. എന്നിട്ട് അത് ചോദിച്ചതിന് ശേഷം നമ്മളൊക്കെ സെറ്റപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പറഞ്ഞ ഫീച്ചറുകളൊക്കെ ഈ ഒരു വാച്ചിൽ വർക്ക് ചെയ്യാം. ഇത് വാച്ച് 5ലും വാച്ച് അൾട്ടിമേറ്റിലും ഉള്ള അതേ സെയിം ഫീച്ചർ തന്നെയായിരിക്കും ഈ പുതിയ വാച്ചിനും വരാൻ പോകുന്നത്. പിന്നെ 150 മീറ്റർ അണ്ടർ വാട്ടറിൽ നമുക്ക് യൂസ് ചെയ്യാം ഈ ഒരു വാച്ച്. പിന്നെ 60 മീറ്റർ സോണാർ മെസ്സേജിങ് ഉണ്ട്. അതായത് SOS മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ 60 മീറ്ററിൻ്റെ അടിയിലാണ് നമ്മൾ പെട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ SOS റെസ്ക്യൂ ടീം നമ്മളെ റെസ്ക്യൂ ചെയ്യും. പിന്നെ ഒരു 150 ഗോൾഫ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ കോഴ്സും കാര്യങ്ങളും ഒക്കെ ചെയ്യാം. പിന്നെ ഹെൽത്ത് ആണ് യവന്മാരുടെ മെയിൻ. പിന്നെ ബാറ്ററി ലൈഫ് ആണെങ്കിൽ നമുക്കൊരു 11 ദിവസത്തെ ബാറ്ററി ലൈഫ് കിട്ടും. പ്രൈസും കാര്യങ്ങളും ഞാൻ അടിയിൽ മെൻഷൻ ചെയ്യാം. ഈ ഒരു വാച്ച് ഇവിടെ ഇറങ്ങുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ പ്രൈസ് ഒരു 13,500 ദിർഹംസോ അല്ലെങ്കിൽ 14,500 ദിർഹംസോ ആവാനാണ് സാധ്യത. കാരണം ഈ പുതിയ അൾട്ടിമേറ്റ് ഇപ്പോൾ അവിടെ ഉണ്ട് നമ്മുടെ ഷറഫ് DGയിൽ 13,000 രൂപയാണ് ആ സ്മാർട്ട് വാച്ച്. ഒരു വയലറ്റും ഗോൾഡ് എഡിഷനാണ് ഇറങ്ങിയിട്ടുള്ളത്. ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ട് അവർ മൂടിയിട്ടൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ട് ഇങ്ങനെ ഓടിയിട്ടുണ്ട് വില കേട്ടിട്ട്. ഇതെന്തായാലും ഒരു 13,000 അല്ലെങ്കിൽ ഒരു 15,000 ദിർഹംസിൻ്റെ ഉള്ളിലായിരിക്കും ഈ ഒരു വാച്ച് ലോഞ്ച് ചെയ്യാം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ലൈക്ക് ചെയ്യാം. അറ്റ് ലാസ്റ്റ് അങ്ങനെ നമ്മുടെ ടിം കുക്ക് അണ്ണൻ രാജിവെച്ചിരിക്കുന്നു. CEO പദവി രാജിവെച്ചിരിക്കുന്നു. സെപ്റ്റംബർ 1 മൂപ്പരുടെ ലാസ്റ്റ് ഡേറ്റ്. ആരാണ് അടുത്ത CEO ആവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ ടെർണർ എന്ന് പറയുന്ന ഒരു ഹാർഡ്വെയർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളൊരു വൈസ് പ്രസിഡൻ്റാണ് അടുത്ത CEO ആവാൻ പോകുന്നത്. ഇപ്പോൾ സെപ്റ്റംബർ 1 ആയിരിക്കും ഇദ്ദേഹം ഈ ജോൺ ടെർണർ CEO പദവി ഏറ്റെടുക്കാൻ പോകുന്നത്. മൂപ്പര് ഹാർഡ്വെയറിൻ്റെ കാര്യത്തിൽ ഒരു വലിയൊരു വിദഗ്ധനാണെന്നൊക്കെ പറയണത്. ഇനി ഈ വിദഗ്ധൻ എന്തായിരിക്കും പുതിയ ഡിവൈസുകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളത് ഞാൻ വെയിറ്റ് ചെയ്യാണ്. ടിം കുക്ക് അണ്ണൻ ചെയ്ത ഒരു നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്ബുക്ക് സീരീസുകൾ അദ്ദേഹം ഇച്ചിരി ഒരു റിഫൈൻമെൻറ്റ് ചെയ്തു. വലിയ റിഫൈൻമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും റിഫൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ രാജ്യങ്ങളിലും ഇദ്ദേഹം കുറേ സ്റ്റോറുകൾ തുറന്നിട്ടുണ്ട്. അല്ലാണ്ട് ഡിസൈൻ്റെ കാര്യത്തിലും ആകെ മാറ്റം കൊടുത്തതെന്ന് വെച്ചാൽ iPhone 17 പ്രോവും പ്രോ മാക്സിലും ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു മാറ്റം കൊടുത്തിട്ടുണ്ട്. AI-ൻ്റെ കാര്യത്തിലൊന്നും ഇയാൾ ടിം കുക്ക് അണ്ണൻ മാറ്റങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഇനി ഈ ജോൺ ടെർണർ എന്ന് പറയുന്ന ഇദ്ദേഹം
എന്തായിരിക്കും മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് എനിക്കറിയേണ്ട ഒരു കാര്യം. ഇയാൾ AI-ൻ്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാവും ഇയാൾ എന്തെങ്കിലും കൊണ്ടുവരുമോ? ഇയാൾ ഹാർഡ്വെയർ നല്ലൊരു ക്വാളിറ്റിയിൽ ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയണത്. ഇനി അത് സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വരുമ്പോൾ, AI സൈഡിലേക്ക് വരുമ്പോൾ ഇദ്ദേഹം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമോ എന്നാണ് എനിക്ക് ആപ്പിൾ കമ്പനീനോട് ചോദിക്കാനുള്ളത്. ഇത് കേട്ടാൽ നിങ്ങളെ ഭാഗ്യം. നല്ല ഇമ്പ്രൂവ്മെൻറ്റ് കൊടുന്നേ പറ്റൂ സോഫ്റ്റ്വെയർ സൈഡ്. പിന്നെ കളറൊന്നും മാഞ്ഞു പോവരുത്. മറ്റേ എന്താണ് ഹാൻഡ് സാനിറ്റൈസറൊക്കെ ഇട്ടിട്ട് കളറൊക്കെ പോയി എന്നൊക്കെ പറയണുണ്ട്. അതൊന്നും അമ്മാതിരി അമളികൾ ഇനി പുതിയ സീരീസ് ഫോണുകളിൽ കൊണ്ടുവരാൻ പാടില്ല എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? അതാണ് എനിക്കറിയേണ്ടത്. DJIൻ്റെ ഒരു പുതിയ ആക്ഷൻ ക്യാമറ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇതൊരു വ്ളോഗിങ് ക്യാമറയാണ്. DJIൻ്റെ പോക്കറ്റ് 4 ഇറങ്ങാൻ പോകുന്നുണ്ട്. നല്ല അടിപൊളി മാറ്റങ്ങളൊക്കെയാണ് യവന്മാർ പോക്കറ്റ് 4 കൊടുത്തിട്ടുള്ളത്. ആദ്യം പറയാനുള്ള അടിപൊളി മാറ്റങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 1 ഇഞ്ച് സെൻസറാണ്. കഴിഞ്ഞ വർഷത്തേന് കമ്പയർ ചെയ്യുമ്പോൾ സെൻസറിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ 4K കഴിഞ്ഞ വർഷം നമുക്ക് 120 FPS ഷൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം യവന്മാർ ഇതിൽ 240 FPS ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. ഗ്രേറ്റ് തിങ്. കാരണം അതൊരു വലിയൊരു മാറ്റമാണ്. പിന്നെ 10 ബിറ്റ് ലോഗ് സപ്പോർട്ട് ചെയ്യും. നമുക്ക് കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാം. പിന്നെ 14 സ്റ്റോപ്സ് ഡൈനാമിക് റേഞ്ച് ഒക്കെ ഉണ്ട്. പിന്നെ 3 ആക്സിസ് സെൻസർ സ്റ്റെബിലൈസേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് പറയണത്. ദാറ്റ്സ് എ ഗ്രേറ്റ് സൈനാണ്. ഗ്രേറ്റ് കാര്യമാണ് അവർ കൊടുക്കുന്നത്. സെൻസർ സ്റ്റെബിലൈസേഷൻ ഇപ്പോഴത്തെ ക്യാമറകളിലൊക്കെ 1 ഇഞ്ച് സെൻസർ ക്യാമറകളിൽ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതും പോരാണ്ട് 2x ലോസ്ലെസ്സിൽ 1x-ലും 2x-ലും ലോസ്ലെസ്സിൽ സൂം ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ പറ്റും. അതും ഗ്രേറ്റ് സൈനാണ്. പിന്നെ സ്പേഷ്യൽ ഓഡിയോ ഉണ്ട്. അതും 360 ഡിഗ്രി ഓഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ്ലെസ് ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ബിൽറ്റ് ഇൻ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്. ഡയറക്റ്റ്ലി നമുക്ക് ലൈവ് സ്ട്രീം ചെയ്തിട്ട് യൂട്യൂബിലേക്കോ അല്ലെങ്കിൽ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് വീഡിയോ ഷെയർ ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. പിന്നെ എന്താ പറയാനുള്ളത്, ഒരു രക്ഷയില്ലാത്തൊരു സാധനം. പിന്നെ നമ്മുടെ മൈക്കും കാര്യങ്ങളും DJIൻ്റെ മൈക്കൊക്കെ വർക്ക് ചെയ്യും. മൈക്ക് 2 മൈക്ക് 3 ഒക്കെ ആ ഒരു എക്കോസിസ്റ്റം ഇതിൽ വർക്ക് ചെയ്യും. പിന്നെ മറ്റേ ഗെസ്റ്റർ മോഡ് ഉണ്ട്. നമ്മളിങ്ങനെ 2 കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യും. അതേപോലെ തന്നെ 2 കൈ വീണ്ടും ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഫോളോ മോഡ്സൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. 7.0ൻ്റെ ഫോളോ അപ്പ് മോഡ്സും ട്രാക്കിങ്ങും ഒക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് എന്നാണ് പറയണത്. കയ്യിൽ കിട്ടിയിട്ടില്ല. പിന്നെ ഇതൊരു 50 മെഗാപിക്സലിൻ്റെ സെൻസർ വെച്ചിട്ടാണ് ഇത് ഇറങ്ങാനും പോകുന്നത്. എന്തെങ്കിലും വിട്ടുപോയാൽ നിങ്ങൾ ക്ഷമിക്കുക. പേടിക്കാൻ ആഗ്രഹമുണ്ട്. പൈസ എങ്ങനെയെങ്കിലുമൊക്കെ സ്വരൂപിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ കയ്യിൽ കിട്ടണം എന്നാണ് പറയണത്. പിന്നെ അതുപോരാണ്ട് ഇതിലൊരു നൈറ്റ് മോഡ് കൂടെ ഉണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പാട്ടാണ്. നമ്മൾ ഇനി ഇരുട്ടത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നൈറ്റ് മോഡിൽ തന്നെ നമുക്കൊരു വീഡിയോകൾ വരെ നമുക്ക് എടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ ഇൻ ജനറലി ഇൻഡെപ്തായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ക്യാമറയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാൾ കൂടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ഫോർ ഹിം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഇടവേള. ലാസ്റ്റ് ടെക് ന്യൂസിലേക്ക് കടന്നാൽ ലാസ്റ്റ് ടെക് ന്യൂസ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ GoPro ഒരു 3 ക്യാമറകൾ കൊണ്ടുവരാൻ പോകുന്നു. ആക്ഷൻ ക്യാമറയാണ്. ഇതൊരു കിഡിലോൾസ്കി ക്യാമറയും കൂടെയാണ്. അതിൽ 3 ക്യാമറകളിൽ ഒരു GoPro മിഷൻ, പിന്നെ മിഷൻ 1 ILS എന്ന് പറയുന്ന ക്യാമറ ആണ് വരാൻ പോകുന്നത്. ILS എന്ന് പറഞ്ഞാൽ ഇൻ്റർചേഞ്ചബിൾ ലെൻസ്. ഈവൻ മൈക്രോ ഫോർ തേർഡ് സെൻസർ സപ്പോർട്ട് ചെയ്യുന്ന ലെൻസ് ഇതിൽ വർക്ക് ചെയ്യുമെന്നാണ് പറയണത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് കൂടെ പറയണമെന്ന് വെച്ചാൽ ഈ 2 ക്യാമറകളിലും ഒരു ക്യാമറയിൽ മിഷൻ Pro 1 ഓപ്പൺ ഗേറ്റ് ഫീച്ചർ വർക്ക് ചെയ്യും.
മിഷൻ സാധാ സീരീസുകളിൽ ഓപ്പൺ ഗേറ്റ് ഫീച്ചർ വർക്ക് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഇൻ ജനറലായിട്ട് ഞാൻ ഈ ഒരു സ്പെക്ക് വായിക്കാം, അതാണ് ഏറ്റവും ബെറ്റർ. കാരണം നിങ്ങൾക്ക് ഇതിൽ ഏത് ക്യാമറയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങളാണ് ചൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇതിൽ ഓപ്പൺ ഗേറ്റ് വേണോ ഓപ്പൺ ഗേറ്റ് എടുക്കാം. ഇനി നിങ്ങൾക്ക് ഓപ്പൺ ഗേറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ഗേറ്റ് ഓപ്റ്റ് ചെയ്യാണ്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർചേഞ്ചബിൾ ആണോ വേണ്ടത് അത് നിങ്ങളെ പെർസ്പെക്റ്റീവാണ്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ നമുക്ക് സ്പെക്കിലേക്ക് എന്തായാലും കൊടുക്കാം. സ്പെക്കിലേക്ക് എടുക്കുമ്പോൾ ഇതൊരു 50 ഇഞ്ചിൻ്റെ സെൻസറാണ് വരുന്നത്, അതും 1 ഇഞ്ച് സെൻസർ. പിന്നെ ഓപ്പൺ ഗേറ്റ് ഉണ്ട്. ഓപ്പൺ ഗേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ആസ്പെക്ട് റേഷ്യോയിൽ ഷൂട്ട് ചെയ്യാം. 3:2 ആസ്പെക്ട് റേഷ്യോ, 16:9 ആസ്പെക്ട് റേഷ്യോ, അല്ലെങ്കിൽ 1:1 ആസ്പെക്ട് റേഷ്യോയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അപ്പോൾ അത് മിഷൻ പ്രോ 1-ലായിരിക്കും ആ ഓപ്പൺ ഗേറ്റ് ഉണ്ടാവാം. പിന്നെ നമുക്ക് 1080p 960 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. 8K 60 ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ 8K നമുക്ക് 30 FPS ചെയ്യാം. പിന്നെ മിഷനിലാണെങ്കിൽ ഗോപ്രോൻ്റെ മിഷനിൽ നമുക്ക് 4K 120 FPS ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ 4K 240 FPS മിഷൻ പ്രോ 1-ലും ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ 20 മീറ്റർ ഇട്ടിട്ട് കേസിങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 20 മീറ്റർ അണ്ടർ വാട്ടറിൽ പോകാൻ പറ്റും. പിന്നെ ഇത് OLED ഡിസ്പ്ലേ വരുന്നത്. പിന്നെ 159 ഡിഗ്രി വ്യൂയിങ് ആംഗിൾ കിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം അത്രയും അൾട്രാ വൈഡ് ആംഗിൾ കിട്ടാന്ന് പറയുന്നത് നല്ലൊരു ഹൈലൈറ്റും കൂടിയാണ്. എസ്പെഷ്യലി ഫോർ വീഡിയോ വ്ളോഗേഴ്സ്, ആക്ഷൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇത്. പിന്നെ സിനിമാറ്റിക് വീഡിയോസും ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിലും ഞാൻ ഈ ഒരു ക്യാമറ നിങ്ങളെ മുന്നിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ആക്ഷൻ ഫോട്ടോഗ്രാഫി, ലൈവ് ഈവൻറ്റ്, പിന്നെ അതേപോലെ തന്നെ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാം. വ്ളോഗിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു സാധനം നല്ലതാണ്. പിന്നെ വ്ളോഗേഴ്സിന് ഇനി ഓപ്പൺ ഗേറ്റിലേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതും ചെയ്യാം. അപ്പോൾ ഓപ്പൺ ഗേറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ മിഷൻ പ്രോ 1 എന്ന് പറയുന്ന ക്യാമറ എടുത്തേ പറ്റൂ. അതിലാണ് ഓപ്പൺ ഗേറ്റ് ഉണ്ടാവുക. പിന്നെ ഓഡിയോ ഇമ്പ്രൂവ്മെൻറ്റ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അതും 4 മൈക്സ് വെച്ചിട്ടാണ് വരാൻ പോകുന്നത്. ദാറ്റ്സ് എ ഗ്രേറ്റ് സൈനാണ്. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു 4 മൈക്ക് കൊണ്ടിരുന്നത്. അത് നിർബന്ധമായിട്ടും വേണം. പിന്നെ ഒരു 32 ബിറ്റ് ഫ്ലോട്ട് റെക്കോർഡിങ്ങും കൂടെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. 32 ബിറ്റ് ഫ്ലോട്ട് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കോണിൻ്റെ ZR-ന് 32 ബിറ്റ് ഫ്ലോട്ട് റെക്കോർഡിംഗ് ഉണ്ട്. ആ സെയിം സംഭവം തന്നെ ഈ ഗോപ്രോയിലും വരുന്നുണ്ട്. അതൊരു ഗ്രേറ്റ് സൈനാണ്. അപ്പോൾ വയർലെസ് മൈക്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ സിനിമാറ്റിക് ആ ഒരു പെർഫെക്ഷനിലൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ യവൻ ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ എനിക്കിത് തോന്നുന്നത് മിഷൻ പ്രോ 1-ലായിരിക്കും ഈ ഒരു 32 ബിറ്റ് ഫ്ലോട്ട് മൈക്കിംഗ് ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു നിഗമനമാണ്. ഇറ്റ്സ് അപ് ടു യു. എന്താണ് നിങ്ങളെ തീരുമാനം, നിങ്ങളാണ് എടുക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഇൻ്റർചേഞ്ചബിൾ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ, ലെൻസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും എടുക്കാം. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ ഓപ്പൺ ഗേറ്റ് ഫീച്ചർ ഉണ്ടാവില്ല. പക്ഷെ 4K എന്തായാലും 120 FPS വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 240 FPS-ലാണ് വേണമെന്നുണ്ടെങ്കിൽ മിഷൻ പ്രോ 1 എന്ന് പറയുന്ന ക്യാമറയിലേക്ക് പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ക്യാമറയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ മറ്റേ ഫസ്റ്റ് ഈ 3 യവന്മാർ ഇത് ഉണ്ടാക്കുന്ന പകരം സത്യത്തിൽ ഈ യവന്മാരോട് അടുത്ത പ്രാവശ്യം പറയാനുള്ളത് ഒരു 2 ക്യാമറ വെച്ചിട്ട് ആക്ഷൻ ക്യാമറകൾ ഉണ്ടാക്കിയ നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു 3 ആക്കുമ്പോൾ അത് പറയാനുള്ളൊരു പെടാപ്പാട്. ഏതിലേതുണ്ട് ഏതിലേതില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ കൺഫ്യൂഷൻ. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 2 ക്യാമറ ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ 3-ൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളെ പ്രിഫറൻസ് അതാണ് നിങ്ങൾ എടുക്കേണ്ടത്. ഇതാണ് എൻ്റെ അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. എനിക്ക് വേണ്ട ഒരു ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർചേഞ്ചബിൾ അല്ല. എനിക്ക് വേണ്ടത് ഓപ്പൺ ഗേറ്റ് ഫീച്ചറാണ് വേണ്ടത്. കാരണം ഞാൻ ഏത് ആസ്പെക്ട് റേഷ്യോയിൽ ഏത് സോഷ്യൽ മീഡിയയിലേക്ക് ഏത് ആസ്പെക്ട് റേഷ്യോ എനിക്ക് വേണ്ടത് അതാണ് എനിക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ മിഷൻ പ്രോ 1 എന്ന് പറയുന്ന ക്യാമറയാണ് ഞാൻ എടുക്കുക. ഞാൻ ഒരിക്കലും ഈ ഫസ്റ്റോ അല്ലെങ്കിൽ 3ോ ഞാൻ എടുക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അമ്പിളിമാമനെ വീഡിയോ എടുക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോഗ്രാഫറും അല്ല. ഫോട്ടോഗ്രാഫിക്കാരൻ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ട്. അതുകൊണ്ട് വീഡിയോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ എടുക്കില്ല. എനിക്കൊന്നില്ലെങ്കിൽ വീഡിയോ സ്ട്രീം ചെയ്യണം, അല്ലെങ്കിൽ ആക്ഷൻ ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്റ്റ് ചെയ്യുക മിഷൻ പ്രോ 1 എന്ന് പറയുന്ന ഗോപ്രോൻ്റെ ക്യാമറ ഉണ്ട്. അതിൽ നമുക്ക് 4K 240 FPS ചെയ്യാം.
എന്നുള്ള ആ ഒരു മൈൻഡിലാണ് ഞാൻ എടുക്കുക. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും വീഡിയോസിന് വേണ്ടി ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയ ഒരു ഗുഡ് ബൈ.